കാണാം എൻ്റെ തോട്ടം. പൂന്തോട്ടങ്ങളെ മനോഹരമാക്കുന്ന ഇടം സ്റ്റോൺ ഗലേറിയ. സ്റ്റോൺ ഗലേറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്സൈഡ് നമുക്ക് ലാൻഡ്സ്കേപ്പിംഗ് ആണ് നമ്മുടെ മെയിൻ വർക്ക് വരുന്നത്. നമ്മൾ വ്യത്യസ്തമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യും. അപ്പോൾ അത് കേരളത്തിൽ ഉടനീളം നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പല സെലിബ്രിറ്റീസിൻ്റെയൊക്കെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്ലാന്റ്സുകൾ കൂടുതലും അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ മിനി ഫോറസ്റ്റ്, പിന്നെ ട്രിപ്പ്, ഈ ഫോഗ് അങ്ങനെയുള്ള സാധനങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വർക്കുകൾ ചെയ്യും. അത് ഇൻ്റർലോക്ക് ആയിരുന്നു. ഇൻ്റർലോക്കിൽ നിന്ന് നമ്മൾ പിന്നെ ഇതിലോട്ട് ഇങ്ങനെ വന്നു, പിന്നെ സ്റ്റോൺസിൻ്റെ ഇതിലോട്ട് വന്നു, പിന്നെ സ്റ്റോണിൻ്റെ ഇതിലോട്ട് വന്ന് ഒരു 6 വർഷമായിട്ട് ഇപ്പം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ലാൻഡ്സ്കേപ്പുകൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം അങ്ങനെ വ്യത്യസ്തമായിട്ട് പറയുമ്പോൾ ഇപ്പോൾ കണ്ണൂർ ഇങ്ങനെയുള്ള ലോങ് സൈറ്റുകൾ, തമിഴ്നാട്, കേരളം വിട്ടിട്ട് ഇപ്പോൾ നമ്മൾ കൂടുതൽ വർക്കുകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. റിസോർട്ടുകളെ അങ്ങനെയുള്ള വർക്കുകളൊക്കെ വ്യത്യസ്തമായിട്ട്, ഇപ്പം ഫൗണ്ടനുകളെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്യും. നമ്മുടെ മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം ചെയ്യുന്നതിനകത്തല്ല കാര്യം, അതിൻ്റെ മെയിൻ്റനൻസിങ്, അതാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. ഫോളോ അപ്പിങ് ഉണ്ടാകണം. അപ്പോൾ അതാണ് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്തത്. എല്ലാവരും ചെയ്ത് കഴിഞ്ഞ് പോകും. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഫോളോ അപ്പ് ഉണ്ടാവും. നമുക്കിത് മെയിൻ്റനൻസ്, ഇപ്പോൾ ലാൻഡ്സ്കേപ്പിംഗ്, ഇപ്പോൾ ഗാർഡൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മളിത് മെയിൻ്റനൻസിങ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ കസ്റ്റമറുമായിട്ട് ആ ഒരു ഇത് നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആണ് നമ്മൾ കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഗ്രീന് ഇതാണ്. അപ്പോൾ ഞാൻ കൂടുതലും പ്ലാന്റ്സുകളെ, ഫ്രൂട്ട് പ്ലാന്റുകളെ, അങ്ങനെയുള്ള ഇപ്പോൾ മിനി ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഫ്രൂട്ട് പ്ലാന്റുകളും കാര്യങ്ങളും എല്ലാം ഞാൻ പ്ലാന്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എൻ്റെ ഒരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമ്പം ഇതാകുന്നതാണ്, ഒത്തിരി വ്യത്യസ്തമാണ്. മറ്റുള്ളവരുമായിട്ടുള്ള രീതിയിൽ കമ്പാരിസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി വ്യത്യസ്തമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പെബിൾസുകൾ ആഡ് ചെയ്യും. പിന്നെ എൻ്റെ പല വെറൈറ്റീസ് ഉള്ള പെബിൾസുകളുണ്ട്. പിന്നെ ഗ്രീൻ സംഭവം പറഞ്ഞുകൊണ്ട് തന്നെ ഗ്രീനായിട്ടുള്ള കാര്യങ്ങൾ, കോർണർ ടു കോർണർ നമുക്ക് ഉപയോഗമില്ല, വണ്ടി പാർക്കിംഗ് ഏരിയ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഒരു പ്രത്യേക രീതി ചെയ്യും. അപ്പോൾ ഒരു സൈറ്റ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഏത് രീതിയിൽ ആപ്റ്റാകുന്നോ ആ രീതിയിലാണ് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്തിട്ട്. പലരും ബാർഗൈൻ ചെയ്ത് പലയിടത്തു നിന്നാണ് സാധനങ്ങൾ സാധാരണമായിട്ട് പർച്ചേസ് ചെയ്യുന്നത്. എവിടെ റേറ്റ് കുറവുണ്ടോ അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. നമ്മളെ സംബന്ധിച്ച് നമ്മളൊറ്റ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ സാധനം പർച്ചേസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഫർണിച്ചേഴ്സ് ഉണ്ട്. ഫർണിച്ചറുകൾ നമുക്ക് സ്റ്റോണിൻ്റെ തന്നെ ഫർണിച്ചർ, ഊഞ്ഞാല്, ഇങ്ങനെയുള്ള ബെഞ്ചുകളെ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓൺ മാനുഫാക്ചറിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ അതിന് ആപ്റ്റാകുന്ന രീതിയിൽ ചെയ്യുക. പ്ലാന്റ്സുകൾ വെക്കുക, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ കൂടുതലും ചെയ്യുക. ഇപ്പം ഞാൻ കൂടുതലും ചെയ്യുന്ന പറഞ്ഞാൽ ചെടികളല്ല ഇപ്പോൾ കൂടുതൽ ചെയ്യുന്നത്, ഫ്രൂട്ട്സുകളാണ്. അപ്പോൾ നമുക്കതൊരു വലിയൊരു ഇതാണ്. ഇപ്പോൾ ഒരു സമയത്തൊരു പ്ലാന്റ്സ് ചെടികളായിരുന്നു കൂടുതലും വരുന്നത്. ഇപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം സ്റ്റോൺ ഒഴിവാക്കുക, എന്നിട്ട് കൂടുതലായിട്ടുള്ള രീതിയിൽ ഒരു ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ കൂടുതലും ഗ്രീൻ ആയിട്ടുള്ള രീതിയിൽ നാച്ചുറലായിട്ടുള്ള ഇത് കൊണ്ടുവരിക എന്നുള്ളതാണ്. മറ്റൊരു തോട്ടത്തിൻ്റെ മനോഹര കാഴ്ചയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.